എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മറ്റൊരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷ കാലയളവിലെ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സംഗതി നമുക്ക് പറയാൻ സാധിക്കും. പാലക്കാട് ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു കാലയളവാണ് ഈ കഴിഞ്ഞ 10 വർഷം എന്നുള്ളത്. അത് കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ IIT സ്ഥാപിച്ചത് നരേന്ദ്രമോദി സർക്കാരാണ്. 2014 അദ്ദേഹം ഭരണത്തിൽ വന്ന് ഒരു വർഷത്തിനകം തന്നെ ഇവിടെ ക്യാമ്പസ് ആരംഭിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെയാണ് കഞ്ചിക്കോടുള്ള ഫുഡ് പാർക്ക്. ഏതാണ്ട് 600 കോടി രൂപയുടെ ചെലവിലാണ് കേന്ദ്രം ഫുഡ് പാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മുടെ ഹൈവേകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളത്തിന് വേണ്ടി പ്രത്യേക ഏതാണ്ട് 55,000-60,000 കോടി രൂപയാണ് അദ്ദേഹം കേരളത്തിന് വേണ്ടി മാത്രം അലോട്ട് ചെയ്തിരിക്കുന്നത്. അമൃത് 1-ൽ 220 കോടി രൂപയും അമൃത് 2-ൽ 76 കോടി രൂപയും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു സ്പെഷ്യൽ അസിസ്റ്റൻസ് എന്ന രീതിയിൽ പാലക്കാട് നഗരസഭയുടെ തനതായ വരുമാനം വർദ്ധിപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു 20 കോടി രൂപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഈ 10 വർഷത്തിൽ ഏതാണ്ട് 350ഓളം കോടി രൂപ കേന്ദ്ര ഫണ്ടിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് നമുക്ക് പാലക്കാട് നഗരസഭയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാം, നമുക്ക് എസ്കലേറ്റർ GB റോഡിന് കുറുകെ ആ റെയിൽവേ ഗേറ്റിന് കുറുകെ നമുക്കൊരു എസ്കലേറ്റർ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ ഒരു ക്യാമറ പ്രോജക്റ്റ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ക്യാമറ പ്രോജക്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ്, പൂർണ്ണമായിട്ടും ക്യാമറയിൽ വരുന്ന ആദ്യത്തെ നഗരമാണ്. അതിൽ നിർണായകമായ ഒരു റോൾ വഹിച്ചത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന അന്നത്തെ വൈസ് ചെയർമാനായിരുന്ന C കൃഷ്ണകുമാർ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരാളും വോട്ട് പാഴാക്കാതെ നമ്മുടെ വിലയേറിയ വോട്ട് C കൃഷ്ണകുമാറിന് താമര അടയാളത്തിൽ നൽകണം എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും ഏറ്റവും വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.